ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. അപ്പോൾ നമുക്ക് നേരങ്ങളേതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. ഈ രണ്ട് ഇലകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് മുടിനീട്ടി താളിയാണ്. ഇത് ആഞ്ഞില താളിയാണ് കേട്ടോ. വളരെ നാച്ചുറലായിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ ഇതുപോലുള്ള താളികളൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരികയാണെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ്. കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ നമ്മൾ ആഞ്ഞില താളിയോ മുടിനീട്ടി താളിയോ അല്ലെങ്കിൽ ചെമ്പരത്തി താളി കുരുമുളകിൻ്റെ താളിയൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം തേച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കഴുകിക്കളയുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടുന്നതാണ്. കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഷാമ്പു ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് കൈ വെച്ചിട്ട് ഇതുപോലെ തിരുമ്മിയെടുത്താൽ തന്നെ നമ്മൾ താളി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചെമ്പരത്തി താളിയും മഞ്ഞൾ താളിയും അതുപോലെ തന്നെ കുരുമുളക് താളിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ സ്കാൽപ്പിലൊക്കെ ഒട്ടിപ്പിടിച്ച് താരനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അരിച്ചതിന് ശേഷം മാത്രം നമ്മളെ തലയോട്ടിയിലും തലയിലൊക്കെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡ ബാഡ് സ്മെല്ലൊക്കെ കളയാൻ വേണ്ടിയിട്ടും നല്ലതാണ് കേട്ടോ. ബാഡ് സ്മെല്ലിനൊക്കെ വലിച്ചെടുത്ത് നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് സിങ്കിൻ്റെ ഹോളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ചൂടുള്ള വെള്ളം ആ ഹോളിലേക്കായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ബാഡ് സ്മെല്ല് വരില്ല ഈ സിങ്കിൽ നിന്നും, അത് പോകാനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ ഈ ഹോളിലൂടെ വരുന്നത് തടയുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നല്ലൊരു ടേസ്റ്റിയും ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ രസമാണ് കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കിട്ടുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളകും അതുപോലെ തന്നെ നല്ല ഉണക്കമുളക് പിച്ചിയെടുത്തതും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. എന്നിട്ട് അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കള മുഴുവനായിട്ട് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇനി ഞാനതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും 2-3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പച്ചമണം പോകുന്നവരെ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഈ എണ്ണയിൽ നിന്നും ഇതൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളെ കറിക്ക്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക. അപ്പം മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ അയൺ പാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞു വെച്ചതാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ഞാൻ സവാള യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു ചെറിയ ഉള്ളിയിൽ വഴറ്റിയെടുക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോൾ നല്ല സ്മെല്ലും കിട്ടും കേട്ടോ. ഇനി ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് സവാള എടുക്കാം. പക്ഷേ ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് കളർ ചേഞ്ചായി വന്ന സമയത്ത് വലിയൊരു തക്കാളി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
നമ്മളെപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇട്ടത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ തക്കാളി ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ ഒരു കഴുകി വെച്ചിട്ട് ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിന് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എരിവിന് ആവശ്യമായിട്ട് 2 ഉണക്കമുളകും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെ കളറൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം. അതുപോലെ തന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മല്ലി ഉണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. തവി വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് ആ മസാലയുടെ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ രസം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ രാത്രിത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ചൂടിലിരുന്ന് നമ്മളുടെ കറി നന്നായിട്ട് വറ്റി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുമല്ലോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ തോലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വേപ്പിലയാണ്. ഉണങ്ങിയതായാലും പച്ചയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഉണങ്ങിയൊരു വേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. വേപ്പില നല്ലൊരു കൃമിനാശിനിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് കേടാവാതെ നമുക്ക് ഒരു മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ ഈ വേപ്പിലയുടെ തണ്ട് എടുത്തിട്ടുള്ള ഇല മാത്രമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചോക്ക് പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് യൂസ് ചെയ്തൊരു പീസ് ഉണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് പ്രാണികൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പൗഡർ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് മിക്സായി വരും കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വെയിലിൽ ഒരു 2 മണിക്കൂർ വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഉണങ്ങി വരും. അപ്പോൾ പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കിലോ കണക്കിന് അരിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അതിൽ വണ്ടുകളും കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് ഉറപ്പായിട്ടും പ്രാണികളൊന്നും വരില്ല കേട്ടോ. ഇതിൽ നമ്മൾ ചോക്കൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വെള്ളമയം ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് അരി സൂക്ഷിച്ച് വെക്കാനുള്ള വേറൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ അരി ഇടുന്ന പാത്രത്തിലേക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിലേക്കായിട്ട് ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ അരിയിട്ട് അതിൻ്റെ മുകളിൽ ന്യൂസ് പേപ്പർ വെച്ച് ഇനി അരി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലിട്ട് ഇതുപോലെ ലെയർ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രാണികളൊന്നും വരില്ല കേട്ടോ. നനവോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. ഇതുപോലെ അരിവേപ്പില ഉണ്ടെങ്കിൽ അരികളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലേക്കായിട്ട് ഈ കമ്പോട് കൂടെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ വണ്ടോ പുഴുക്കളോ ഒന്നും തന്നെ വരില്ല കേട്ടോ. എത്ര വർഷം നമ്മൾ വെച്ചാലും നല്ല ഫ്രഷായി തന്നെ ഇരിക്കും. ഇത് നന്നായിട്ട് ഉണങ്ങി വരുന്ന സമയത്ത് ആ കമ്പൊന്ന് എടുത്ത് മാറ്റിയിട്ട് അയല ഒന്ന് കളഞ്ഞിട്ട് വേറെ ഇല വെച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഉണങ്ങിയാൽ നമ്മൾ അരിയിലൊക്കെ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് അരിവേപ്പിൻ്റെ ഇല ഇല്ലെങ്കിൽ ഇതുപോലെ വറ്റൽമുളകാണെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജാതിക്കയാണ് കേട്ടോ. ഞാൻ ഏകദേശം ഇവിടെ 1.5 ജാതിക്കയാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് കുറച്ച് അധികം ക്വാണ്ടിറ്റി അരി ഉണ്ടെങ്കിൽ അതിൻ്റെ അളവിനനുസരിച്ച് ഈ ജാതിക്കയുടെ അളവിലും വ്യത്യാസം വരുത്താവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിതൊന്ന് എടുക്കാവുന്നതാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത്. അടുക്കളയിൽ നമ്മൾ ഇതുപോലെ ചതച്ചെടുക്കുന്ന സമയത്ത്. ഇനി ഞാനൊരു കിഴി കെട്ടാൻ വേണ്ടിയിട്ടൊരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജാതിക്ക ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ അരി ബക്കറ്റിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പുഴുക്കളോ വണ്ടോ ഒന്നും തന്നെ വരില്ല. എത്ര വർഷം നമ്മൾ സൂക്ഷിച്ച് വെച്ചാലും അത് അതേപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇത് അഴിഞ്ഞ അരിയിലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളുടെ അരിക്കും. അതുപോലെ തന്നെ ആ സ്മെല്ലിന് പ്രാണികളൊന്നും തന്നെ വരുന്നതുമല്ല. അപ്പോൾ ഇതുപോലെ അരിയുടെ ഉള്ളിലേക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ടിപ്പ് തന്നെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ വയമ്പുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള വയമ്പ് അരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ സ്മെല്ലിന് പ്രാണികളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഇതുപോലെ കാലിയായിട്ടുള്ള കായ ബോട്ടിലുണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ബോട്ടിൽ നമ്മൾ അരിയിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പ്രാണികളൊന്നും വരില്ല. അരി എത്ര കാലം വെച്ചാലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ അരി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ.